അയോധ്യ രാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ വിഗ്രഹം എത്തിച്ചു. പൂജാരിമാരുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിലാണ് വിഗ്രഹം ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:20 പ്രാണപ്രതിഷ്ഠ. ജിഷ്ണു കൃഷ്ണനുണ്ട് അയോധ്യയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ജിഷ്ണു, പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള രാംലല്ലയുടെ വിഗ്രഹം എത്തിച്ചു. ഇന്നലെ മുതൽ പ്രത്യേക ചടങ്ങുകൾ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് ഈ വിഗ്രഹം എത്തിച്ചിരിക്കുകയാണ്. ഇനി തുടർ ചടങ്ങുകൾ നടക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അയോധ്യയിൽ മറ്റ് വിശേഷങ്ങളും വിശദാംശങ്ങളും കൂടി. വിഷ്ണു, പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും അയോധ്യയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ രാംലല്ലയുടെ വിഗ്രഹം ക്ഷേത്രാങ്കണത്തിലേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മൈസൂരു സ്വദേശി നിർമ്മിച്ചിട്ടുള്ള പുതിയ വിഗ്രഹം രാംലല്ലയുടെ, അതായത് ശ്രീരാമ ഭഗവാന്റെ ബാലക രൂപത്തിലുള്ള വിഗ്രഹമാണ് ഇപ്പോൾ പുതിയ ക്ഷേത്രത്തിൽ, രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനായി തയ്യാറാക്കിയിരുന്നത്. ആ വിഗ്രഹം ഇപ്പോൾ ക്ഷേത്ര അങ്കണത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ക്ഷേത്രം സമർപ്പിക്കുന്ന ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ശ്രീകോവിലിനകത്തെ പീഠത്തിൽ 16-ാം തീയതി മുതൽ തന്നെ പ്രത്യേക പൂജകൾ ആരംഭിച്ചിരുന്നു. അതിന് തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ആചാര്യന്മാർ പീഠത്തിലുള്ള പൂജാവിധികൾ 16-ാം തീയതി മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ രാംലല്ലയുടെ വിഗ്രഹം എത്തിച്ചിരിക്കുകയാണ്. ഇനി രാംലല്ലയുടെ മുഖ്യ പൂജാരിയുടെ അതായത് ഈ ശ്രീകോവിലിനകത്തുള്ള മുഖ്യ താന്ത്രികനെ അവരോധിക്കുന്ന ചടങ്ങ് കൂടി നടക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ഉണ്ടാകും എന്നുള്ളത് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റു പ്രത്യേക പൂജകൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നു. അത്തരത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള പൂർണ്ണമായ ഒരുക്കങ്ങൾ അയോധ്യയിൽ ഉണ്ട്. ഒപ്പം മറ്റ് ഒരുക്കങ്ങൾ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ആ ചടങ്ങ് നടക്കാനിരിക്കുന്നത്. ആ ചടങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരുക്കങ്ങൾ അയോധ്യ നഗരിയിലുടനീളം നടക്കുകയാണ്. അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിനകത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചിലത് ആ പരിസരത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ക്ഷേത്ര നഗരി തന്നെ ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് തീർത്ഥാടന കേന്ദ്രമായി മാറ്റുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും തയ്യാറെടുപ്പുകളുമാണ് അയോധ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പട്ടാഭിഷേകം വലിയ ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങൾ, ഉത്സവങ്ങൾ, അതിൻ്റെ പ്രത്യേക പൂജകൾ അയോധ്യയും സമീപ ദേശങ്ങളിലെയും ഭക്തജനങ്ങൾ, തീർത്ഥാടകർ അയോധ്യയിലെത്തി നടത്തിവരുന്നു. സരയൂ തീരത്തും ഒപ്പം ക്ഷേത്രത്തിന്റെ പരിസരത്തുമായി അത്തരത്തിലുള്ള നിരവധി പ്രത്യേകമായ പൂജകളും ഭജനകളും എല്ലാം തന്നെ ഈ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അയോധ്യയിലെ മാത്രമല്ല, സമീപ ദേശങ്ങളിലെല്ലാം തന്നെയും ആളുകൾ, തീർത്ഥാടകർ കൂട്ടമായി എത്തിക്കൊണ്ട് അയോധ്യയിലെത്തി വിവിധ തരത്തിലുള്ള പൂജാകർമ്മങ്ങൾ നടത്തുകയാണ്. അവരെല്ലാം തന്നെ ശ്രീരാമ ഭഗവാന്റെ പട്ടാഭിഷേകം കെങ്കേമമാക്കാനുള്ള, അല്ലെങ്കിൽ അതൊരു മഹാ ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ നടന്നു വരികയാണ്. രാംലല്ലയുടെ വിഗ്രഹം ഇതിനോടകം തന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മുഖ്യ പൂജാരിയെ അവരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കും. വിഷ്ണു. ജനിച്ച മണ്ണിൽ, ഓടിക്കളിച്ച മണ്ണിൽ പ്രതിഷ്ഠിതനാകാൻ ഒരുങ്ങുകയാണ് രാംലല്ല. വിഗ്രഹം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് അയോധ്യയിൽ നിന്നുള്ള തത്സമയ വിശദാംശങ്ങൾ നൽകിയത്.